വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ചിത്രം ആദ്യം കാണുമ്പോൾ തന്നെ ഒരാൾക്ക് ബോധ്യപ്പെടേണ്ടതാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ മുഖവും കൈകാലുകളും അടക്കം എല്ലായിടത്തും പുറമേ തന്നെ ദൃശ്യമാകുന്ന അനോമലീസാണ്. അത് ഈ സ്കാനിൽ ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നത് വിചിത്രവുമാണ്. കാരണം ഒരു ഗർഭകാലത്തെ ആദ്യത്തെ 3 മാസത്തിൽ നടത്തുന്ന സ്കാൻ മുതൽ പിന്നീട് അങ്ങോട്ട് ആവശ്യാനുസരണമാണ്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു അനോമലി സ്കാനും പിന്നെ ഫൈനൽ ട്രൈമസ്റ്ററിലെ ഒരു സ്കാനും നോർമലി അങ്ങനെയാണ്. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഗർഭാവസ്ഥയല്ല എന്നുണ്ടെങ്കിൽ പ്രമേഹമടക്കം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയ്ക്കുണ്ടെങ്കിൽ ഈ സ്കാനിങ്ങിൻ്റെ ഒരു ഡ്യൂറേഷനൊക്കെ മാറും. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ഈ രീതിയിൽ സ്കാനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഈ അനോമലി സ്കാൻ എന്ന് പറയുന്നത് നിർബന്ധമായും ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുന്നതിന് 5ാമത്തെ മാസത്തിൽ ചെയ്യുന്ന അല്ല സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചെയ്യുന്ന 18ാമത്തെ ആഴ്ച മുതൽ ചെയ്യാം അനോമലി സ്കാൻ. അപ്പോൾ ആ അനോമലി സ്കാൻ ചെയ്ത് അത് കൃത്യമായി ചെയ്താൽ മാത്രമേ ഈ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ കുഞ്ഞിന് എന്നതടക്കം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ ആദ്യത്തെ സ്കാൻ 8th വീക്കിൽ ആദ്യത്തെ സ്കാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡെലിവറി എപ്പോഴാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നത്. ഈ ജനിതക വൈകല്യത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള സ്കാൻ ഈ കേസിൽ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 8 ആഴ്ചയാകുമ്പോഴുള്ള ഒരു സ്കാൻ റിപ്പോർട്ടുമായിട്ടാണ് ഇവരെൻ്റെ അടുത്ത് വന്നത് എന്നാണ് ഡോക്ടർ പുഷ്പ, ഇവരാദ്യം കൺസൾട്ട് ചെയ്ത ഗൈനക്കോളജിസ്റ്റ്, ഈ വനിതാ ശിശു ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് നമ്മളോട് രാവിലെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ NT സ്കാൻ നടത്തിയിട്ടായിരിക്കണം ഇവർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ സ്കാനിൽ ഒരു കുഴപ്പവും ഈ ഡോക്ടർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേറെ അങ്ങനെയുള്ള മരുന്ന് കഴിക്കാനോ വിശ്രമിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അധികമായി എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റ് സ്കാനുകളോ ഒന്നും നിർദ്ദേശിക്കുന്നില്ല എന്നവർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പുഷ്പ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നത് അവിടെ വ്യക്തമാണ്. ഈ ജനിതക ക്രോമോസോമൽ വ്യത്യാസങ്ങൾ, ക്രോമോസോം എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ആ സ്കാൻ അവർക്ക് നടന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഒരിക്കലും ഇത് കണ്ടെത്താൻ കഴിയില്ല. കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ അവർ പോയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിൽ അനീഷിനെയോ സുറുമിയോ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ഇതേക്കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും വൈദ്യശാസ്ത്ര വൈദഗ്ധ്യമൊന്നുമുള്ള ആളുകളല്ലല്ലോ ആ പാവം മനുഷ്യർ. അവർക്ക് ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ 11 വയസ്സും 5 വയസ്സും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 പെൺകുഞ്ഞുങ്ങൾ, അത് കഴിഞ്ഞ് 3ാമത്തെ കുഞ്ഞാണിത്. ഒരുപാട് പ്രതീക്ഷയോടെ അവർ കാത്തിരുന്ന കുഞ്ഞാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഇങ്ങനെയാണ് തങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് എന്നത് അവസാന ഘട്ടത്തിൽ മാത്രമാണ് അവർ അറിയുന്നത്. എത്രത്തോളം വേദന അവർ അനുഭവിച്ചിട്ടുണ്ടാകും എന്നതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത്. ഇതിനകം തന്നെ നമ്മൾ ഈ അഭിപ്രായമൊക്കെ പറയുന്നതിന് മുൻപ് തന്നെ ഈ അന്വേഷണത്തിന് ഉത്തരവിടുന്നതിനോടൊപ്പം കുറ്റക്കാരനെ കണ്ടെത്താനാണല്ലോ അന്വേഷണം. അതിനു മുൻപ് തന്നെ ആ കുഞ്ഞിനുള്ള ചികിത്സ സർക്കാർ ഏറ്റെടുത്ത് അത് ചെയ്തു കൊടുക്കുക. കാരണം അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കിതിന് മാർഗ്ഗമില്ല, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ചികിത്സിക്കാനായിട്ടുള്ള ആവതില്ലാത്തവരാണ് ഞങ്ങളെന്ന് ഈ അനീഷ് പറയുന്നുണ്ട്. നമ്മളുടെ പ്രതികരണങ്ങളിൽ എത്ര തവണ അയാൾ അത് ആവർത്തിച്ച് പറഞ്ഞു. ഇതൊന്നും കേൾക്കാതെ ഇരിക്കുകയല്ലല്ലോ നമ്മുടെ ആരോഗ്യമന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ. എല്ലാവരും മക്കളുള്ളവരാണ്. ആ ഒരു അനുകമ്പയെങ്കിലും നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. ആ രീതിയിലുള്ളൊരു സഹായമാണ് അവർക്ക് നൽകേണ്ടത്. നമ്മൾ ഈ വാർത്ത രാവിലെ കൊടുത്തു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വാർത്തയെ ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ അത്രയും പ്രാധാന്യത്തോടെ ആ വാർത്ത വൈകുന്നേരം വരെ 1ാം തലക്കെട്ടായി നിലനിർത്തിയത് ആ കുടുംബത്തോടുള്ള നമ്മൾ അവരുടെ വേദന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വേദന മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമൊന്നും ഉണ്ടായതായി കരുതാൻ കഴിയില്ല. അന്വേഷണം പ്രഖ്യാപിക്കുന്നു, കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും അത് സെക്കൻഡറിയാണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഉചിതമായ ചികിത്സ ഉറപ്പാക്കുക. അതിന് സർക്കാർ സംവിധാനങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. ആ കുഞ്ഞിന് ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ഓർഡർ ആയിരുന്നു ആദ്യം ഇറങ്ങേണ്ടത്. കാരണം ഈ കുഞ്ഞിന് അനോമലീസ് ഉണ്ടെന്നുള്ളത് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ആ അടിയന്തരമായ ആ ചികിത്സയ്ക്കായി ആ കുഞ്ഞിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതിനുശേഷം കുറ്റക്കാരെ കണ്ടുപിടിക്കാം. ഇവിടെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിനേക്കാളും ആ കുഞ്ഞിനെ ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ കഴിയുമോ? കാരണം അതിന് മുലപ്പാൽ കുടിക്കാൻ കഴിയുന്നില്ല. എത്ര കാലം അതിനങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും ഇതേ രീതിയിൽ? അപ്പോൾ വേണ്ട ചികിത്സ നൽകി എന്താണ് മുന്നിലുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഈ കുഞ്ഞിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനം അതും കൃത്യമായല്ല എന്ന് ഇപ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. അപ്പോൾ അനോമലി സ്കാനിൽ ഈ ഫ്ലൂയിഡിൻ്റെ കാര്യം പറയുന്നത് അനോമലി സ്കാനിലല്ല, ഞാൻ മനസ്സിലാക്കുന്ന 32nd വീക്കിൽ നടത്തിയ സ്കാനിലാണ്. അതായത് 3rd ട്രൈമസ്റ്ററിലേക്ക് ഫൈനൽ ട്രൈമസ്റ്ററിലെ സ്കാനിൽ മാത്രമാണ് ഫ്ലൂയിഡിൻ്റെ കാര്യം അവരോട് പറയുന്നത്. ശരിക്കും അനീതിയാണ് കാണിച്ചത്. ആ 2 പേരോടും അച്ഛനോടും അമ്മയോടും കാണിച്ചത് അനീതിയാണ്. കാരണം അവർക്ക് ഇതേക്കുറിച്ചുള്ള വലിയ അറിവൊന്നും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അനീഷ് ഇന്ന് സംസാരിക്കുമ്പോഴായാലും ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അയാളുടെ കയ്യിലുള്ളത്. പക്ഷേ എല്ലാ രേഖകളും വെച്ചാണ് അയാൾ സംസാരിക്കുന്നത്.
അവിടെ കൃത്യമായി ഈ സ്കാനിങ് റിപ്പോർട്ടിനെ കുറിച്ച് അനീഷ് പറയുന്നുണ്ട്. എങ്ങനെയാണ്, അതായത് 2D സ്കാൻ ആണെന്ന് ഡോക്ടർ അരുൺ പറഞ്ഞു. 4D സ്കാൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്യേണ്ടത് അനീഷോ സുറുമിയോ അല്ലല്ലോ, ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. ഗൈനക്കോളജിസ്റ്റിന് ആദ്യം ഈ റിപ്പോർട്ട് ആദ്യം പഠിക്കണം. ആ ഡോക്ടർക്ക് അത് പഠിക്കാൻ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതേ ആശുപത്രിയിൽ നേരത്തെ നടന്നിട്ടുള്ള ഒരു സംഭവം കൂടി ഞാൻ ഓർപ്പിക്കാം. 2024, അതായത് ഈ വർഷം തന്നെ ജനുവരിയിൽ ഒരു 31-കാരി പ്രസവം നിർത്താനായിട്ടുള്ള ശസ്ത്രക്രിയ, അതേ തുടർന്ന് മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലം ഈ വർഷം തന്നെ ആശുപത്രിയിൽ ഉണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ അവിടെ കൈക്കൂലി വാങ്ങാറുണ്ട് എന്നുള്ള ആരോപണം അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. ശരിയാണോ എന്ന് നമുക്കറിയില്ല, നാട്ടുകാർ പറയുന്നതാണ്, അവരെ ഞാൻ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് വേണ്ട അറ്റൻഷൻ കൊടുത്തില്ല? ഞാൻ ഒരുപാട് പേർ വരുന്നതല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് കണ്ടുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് 34-കാരിയല്ലേ എന്നൊക്കെ ചോദിച്ച് ജസ്റ്റ് ആ ഒരു പീസ് ഓഫ് പേപ്പർ മാത്രമാണ് അവരെ സംബന്ധിച്ചോളം സുറുമിൻ്റെ കുഞ്ഞും. പക്ഷേ സുറുമിക്കും അനീഷിനും അങ്ങനെയല്ല. ആ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫ് ലൈനാണ്. അവരാഗ്രഹിച്ച് കിട്ടിയ 3ാമത്തെ കുഞ്ഞാണ്. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ ജന്മനാ ഹൃദ്രോഗമുണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെയൊക്കെ ഒരു 50% വരെ. ഇന്ന് നമ്മൾ സംസാരിച്ച റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിനാണ് റേഡിയോളജിസ്റ്റ്. സുറുമിയെ സ്കാൻ ചെയ്ത ശങ്കേഴ്സിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിനോട് നമ്മൾ ഇന്ന് ലൈവിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹമൊക്കെ ഇതൊക്കെ സാധാരണമല്ലേ, എനിക്കെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എത്ര നിരുത്തരവാദപരമായ പ്രസ്താവനയാണത്. ഇവിടെ ഗൈനക്കോളജിസ്റ്റിന് മാത്രം പ്രശ്നമല്ല, അവിടുത്തെ ആ റേഡിയോളജിസ്റ്റിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് നിസ്സാരമായി അങ്ങ് പറഞ്ഞൊഴിയുകയാണ്. അങ്ങനെയല്ലല്ലോ. ഡൗൺ സിൻഡ്രോം, ജന്മനാ ഉള്ള ഹൃദ്രോഗം, ഗർഭസ്ഥ ശിശുവിൻ്റെ ശാരീരിക വളർച്ച, അതുപോലെ തന്നെ വൈകല്യങ്ങൾ, അവയവങ്ങളുടെ സ്ഥാനം, ഇതെല്ലാം ഈ അനോമലി സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ കഴിയും. അതിനെയാണ് ഈ അനോമലി സ്കാനിങ് എന്ന് പറഞ്ഞാൽ. അനോമലീസ് കണ്ടെത്താനാണ്. അപ്പോൾ അനോമലി എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം അങ്ങേർക്ക് അറിയില്ലേ എന്നുള്ളതാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്. ഇത്രയും പ്രശസ്തമായ ഒരു ലാബിൽ ജോലി ചെയ്യുന്ന റേഡിയോളജിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹം തന്നെയാണോ ഈ സ്കാനിങ് ചെയ്തത്? അങ്ങനെയുള്ളൊരു റേഡിയോളജിസ്റ്റാണ് ഈ സ്കാനിങ് ചെയ്യുന്നതെങ്കിൽ ഇത് തിരിച്ചറിയാതെ പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വിദഗ്ധരായ ഡോക്ടേഴ്സ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സ് ആയാലും അവരൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് തന്നെയാണ് ഇതെടുക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലായാലും ഈ സ്കാനിങ് മെഷീൻസ് ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഇല്ലാത്തതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ ഏത് സ്വകാര്യ ലാബിൽ പോകണം. നേരത്തെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. അതായത് ഓഫറുള്ള സ്കാനിങ് സെൻറ്ററിനെ കുറിച്ച് കൂടി പറഞ്ഞു പോകണമല്ലോ. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രിയിൽ സ്കാനിങ്ങിനായിട്ട് അയക്കുന്നത് തൊട്ടപ്പുറത്തുള്ള 2-3 സ്വകാര്യ ലാബുകളുണ്ട്. അപ്പോൾ നമ്മുടെ സുനീഷ എന്ന് പറയുകയായിരുന്നു, അവിടെ 3 സ്കാൻ വരെ ഫ്രീ ആണത്രേ. 3 സ്കാൻ ഫ്രീ ആണ്. ബാക്കി കൂടുതൽ സ്കാനുകൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിന് മാത്രം പണം അടച്ചാൽ മതി. അപ്പോൾ റെഫർ ചെയ്ത് പോകുന്നതിന് ഇങ്ങനെയുള്ള ഓഫറുകൾ മാത്രമല്ല. തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിനിധി പോയി നിൽക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, SITക്കും മെഡിക്കൽ കോളേജിനും ചുറ്റും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ 2-3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ലാബുകൾ. ഇപ്പോൾ 10ഓളം ലാബുകൾ ഉണ്ടത്രേ. അപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളിൽ ഈ ലാബുകൾക്ക് വേണ്ടിയുള്ള ഒരു സേവനം അവിടെ കൊടുക്കുന്നു. അതായത് ഇതിൻ്റെ ഒരു ആഡ് ഓൺ ആയി അത് പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, ഇത്രയും കൂടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ കണക്ക് വെച്ച് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ഈ ഡെയിലി വന്നു പോകുന്നത് ഒരു അറൗണ്ട് 100 എങ്കിലും വരുന്നുണ്ടെന്ന് കരുതിക്കോളൂ. അവിടെ സ്കാനിങ് മെഷീൻ ഇല്ല. 100 ഞാൻ മിനിമം ആണ് ഞാൻ പറഞ്ഞത്. അത്രയെങ്കിലും 100 എങ്കിലും വരുന്നുണ്ടെന്ന് കരുതൂ. പക്ഷേ അത് പോകുന്നത് എവിടേക്കാണ്? മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്കാനിങ്ങിനായിട്ട് മാസങ്ങൾ ഈ ഒരു ക്യൂവിലാണ്. കൃത്യമായിട്ട് ആ പോകുന്ന ദിവസമൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നേരെ പ്രൈവറ്റിലേക്ക് പോകും. അപ്പോൾ ഈ കേരളത്തിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൃശ്യമാധ്യമങ്ങളിലെ ഏറ്റവും കൂടുതൽ സ്റ്റിംഗ് ഓപ്പറേഷൻ നടന്ന ഏരിയ ആയിരുന്നു ഈ സ്റ്റിംഗ്. ഏഷ്യാനെറ്റിലായിരുന്ന സമയത്ത് അജയ് ഘോഷിന്റെ വളരെ ഗംഭീരമായ വാർത്തയാണ്. അതെ, ആ കാലഘട്ടം മുതലുണ്ട്. 15 വർഷമായിട്ട് നമ്മൾ ഈ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ തമ്പി. അതെ. അപ്പോൾ ഈ ലാബിനെ കുറിച്ച് ഞാൻ പറയാൻ കാര്യം, നമ്മൾ പല സ്ഥലങ്ങളിലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പരിശോധിച്ചു. അപ്പോൾ കോഴിക്കോട് പോയപ്പോഴേക്കും കോഴിക്കോട് 2 ഹോസ്പിറ്റൽസ്, കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, അതുപോലെ ബീച്ച് ആശുപത്രി, അവിടെ ഈ സംവിധാനമുണ്ട്. അതായത് സ്കാനിങ് മെഷീനുണ്ട്, പക്ഷേ റേഡിയോളജിസ്റ്റ് ഇല്ല. റേഡിയോളജിസ്റ്റ് ഇല്ല. അപ്പോൾ ഈ റേഡിയോളജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യാത്ത സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലേ? 100%. സർക്കാരിന്റെ ഉത്തരവാദിത്തം ഇതിൽ വലുതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേവലം അവിടുത്തെ ഗൈനക്കോളജിസ്റ്റുമാരായ 2 പേർക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ചാണ്. ഇപ്പൊ അരുൺ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 60 സ്കാനിങ് നടക്കുന്നു പെർ ഡേ. 1000 രൂപ വെച്ചിട്ടാൽ 60,000 രൂപ. ഇപ്പോൾ റേഡിയോളജിസ്റ്റിന്റെ പൈസ എത്രയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും 1.5 ലക്ഷം രൂപ എന്നൊക്കെ വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 3 ദിവസത്തെ ഈ പറയുന്ന സർക്കാർ ആശുപത്രി കിട്ടത്തില്ലല്ലോ, അത് സൗജന്യമല്ലേ? ഏത് സർക്കാരിന് ഇത് സ്വകാര്യ ലാബിൽ കൊടുക്കുമ്പോഴാണല്ലോ പദ്ധതി പ്രകാരം പണം അവിടെ കൊടുക്കാൻ പറ്റുക. ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്താൽ ഇദ്ദേഹത്തിന് പണം കൊടുക്കാൻ സർക്കാർ കണ്ടെത്തണമല്ലോ. അല്ല, സർക്കാരല്ലേ ഈ പറയുന്ന സ്വകാര്യ ലാബിന് പൈസ കൊടുക്കേണ്ടത്? അതെ, അതാ പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ കൊടുക്കുക. ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. അതാണ്
മാത്രമല്ല കമ്മീഷനും കിട്ടില്ല. അതെ, ഇതൊക്കെ ഒരു കമ്മീഷനും വേണമല്ലോ. ഇത് എംപാനൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. പല വിധത്തിലാണല്ലോ എംപാനൽമെന്റ് നടക്കുന്നത്. എല്ലാവരും അല്ലെങ്കിലും പലയിടങ്ങളിലും എംപാനൽമെന്റിനകത്ത് കമ്മീഷൻ ഉണ്ടാവും ഓൾറെഡി. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, 1000 രൂപ 1500 ഇടയ്ക്ക് സ്കാൻ ചെയ്യുന്നത് 60ഓളം സ്കാനുകൾ ഒരു ദിവസം ഇതേ ആശുപത്രിയിൽ നിന്ന് ഇതേ ലാബിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണക്ക് നോക്കിയാൽ ഒരു ദിവസം അപ്പോൾ 60,000 രൂപയായി. അതെ, ഒരു മാസം 20-25 ദിവസം ആ ലാബ് തുറന്ന് പ്രവർത്തിച്ചാൽ എത്രയാണ് ആ ലാബിൻ്റെ ലാഭം എന്ന് ആലോചിച്ചു. 18 ലക്ഷം. അതിൽ ഈ പറയുന്ന ഡോക്ടർമാർക്കുള്ള കമ്മീഷൻ എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ പല ഘട്ടങ്ങളിൽ പുറത്തു കൊണ്ടുവന്നത്. സുജിയ, അപ്പോൾ ചുരുക്കത്തിൽ ഉത്തരവാദിത്വം. അതെ, ഈ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള നമ്മുടെ സംവിധാനങ്ങളിൽ സ്കാനിങ് മെഷീൻ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. മെഡിക്കൽ കോളേജിലെ മെഷീനൊക്കെ ഏകദേശം കാലഹരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി സ്ഥാപിക്കണം. സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ സ്കാനിങ് മെഷീനും അതോടൊപ്പം തന്നെ ഈ നിയമനവും റേഡിയോളജിസ്റ്റ് വേണ്ടെടുത്ത്, അതായത് ഡയഗ്നോസ് ചെയ്യേണ്ട ആൾ വേണ്ടെടുത്ത് തെറാപ്പിസ്റ്റിനെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. കാരണം സ്കാൻ ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും ക്യാൻസർ അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള തെറാപ്പിസ്റ്റിൻ്റെ കാര്യമല്ലല്ലോ അവിടെ വേണ്ടത്. അപ്പോൾ അങ്ങനെ കൃത്യമായ നിയമനങ്ങൾ നടത്തണം. കുറേ നിയമനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആവശ്യമുള്ള ഇടത്ത്, ഇതിപ്പോൾ ആനയെ വാങ്ങിയിട്ട് തോട്ടി വാങ്ങാതെ വെച്ചിരിക്കുന്ന പോലെയാണ്. ആന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റിക്കെട്ടുകയെങ്കിലും ചെയ്യണം. അതിനൊരു പാപ്പാനും തോട്ടിയും ഒക്കെ വേണം. ആനയെ വാങ്ങി തോട്ടിയും വാങ്ങി, പക്ഷെ പാപ്പാനില്ല. പാപ്പാൻ വേണ്ട എന്നാണ് തീരുമാനം. ആന അവിടെ കടന്നോട്ടെ. അതെ. Meet the editors.